പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. ഈ ലോകം മുഴുവനും കോവിഡ് മഹാമാരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും ഈ കോവിഡ് ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷവും നാം കോവിഡ് കാലഘട്ടങ്ങളിൽ വീട്ടിലായിരുന്നു. നമ്മുടെ വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കി, അതിലേറെ നമുക്കുണ്ടായിരിക്കുന്ന ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ഉണ്ടാക്കി അവയുടെ ഫലം നാം ആസ്വദിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ നാം വീട്ടിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ ഒന്ന് ശ്രദ്ധിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു, ഈ ഭൂമിയിൽ അവിടുന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു, ബുദ്ധിയുള്ള മനുഷ്യൻ അവയെ അവഗണിക്കുകയില്ല. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ചുറ്റുപാടും നമുക്ക് പേരറിയാത്ത ഒത്തിരിയേറെ ഔഷധങ്ങളുണ്ട്. പലയും നമ്മൾ കളകളായിട്ട് ഉപയോഗിച്ചത് പിഴുതെറിയുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആ ഒരു ചെടി തന്നെ നമ്മുടെ പല അസുഖങ്ങളെയും ഹോസ്പിറ്റലിൽ പോകാതെ ചെറുത്തു നിൽക്കുവാനോ മാറ്റുവാനോ സഹായിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ടും പരിചയപ്പെടുന്ന ചെടിയാണ് മണിത്തക്കാളി. മണിത്തക്കാളി ഒരു കാട്ടുചെടിയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് പല പേരുകളിലാണ് ഈ കേരളത്തിൽ അറിയപ്പെടുന്നത്. മുളക് തക്കാളി, മണിത്തക്കാളി, കരിന്തക്കാളി, കാക്കപ്പഴം എന്നിങ്ങനെ പല പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നു. മണിത്തക്കാളിയുടെ ശാസ്ത്രീയ നാമം സൊളാനം നൈഗ്രം എന്നാണ്. ധാരാളം പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ചെടിയാണ് മണിത്തക്കാളി. ഇത് നമ്മൾ സാധാരണയായിട്ട് ബഹുവർഷി ചെടി എന്നാണ് പറയുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം നമുക്കിത് കൃഷി ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് ഇത് കാടുകളിലും മറ്റു സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലുമൊക്കെ കാണപ്പെടുന്നു. ചിലയിടങ്ങളിൽ ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ സമൂലം എന്ന് കാണും. വേര് തുടങ്ങി എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമായ ഒരു ചെടിയാണിത്. ഔഷധത്തിന് മാത്രമല്ല, നമ്മുടെ നിത്യ ഉപയോഗമായ കിച്ചണിൽ തോരൻ വയ്ക്കാനുമൊക്കെ നമ്മൾ ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഈ ചെടിയുടെ ഘടനയെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചുമൊക്കെ പരിചയപ്പെടാം. ഇതാണ് മണിത്തക്കാളി എന്ന് പറയുന്ന ചെടി. ഏകദേശം ഒരു 4 അടിയോളം ഉയരത്തിലാണ് വളരുന്നത്. ഈ ഇലകൾ നമ്മുടെ സാധാരണ വീടുകളിൽ കാണുന്ന കാന്താരി മുളകിൻ്റെ അതേ ഒരു ഷേപ്പാണ് കാണുന്നത്. ഇതിൻ്റെ പൂവ് വളരെ ചെറിയ വെള്ള പൂക്കളാണ് ഇതിനുള്ളത്. ഈ പൂവിൽ നിന്നും കായ്കൾ ഉണ്ടാവുന്നു. പച്ച നിറത്തിലുള്ള കായ്കളാണിത്. വളരെ കയ്പേറിയ ഒരു രസമാണ്. അതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു നീല നിറത്തോടു കൂടിയ
കറുപ്പ് കളറിലാണ് ഈ ഫലം കാണപ്പെടുന്നത്. ഈ ഫലം വളരെ മധുരമുള്ളത്, കയ്പ്പ് കലർന്ന ഒരു മധുരമാണ്, പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് പഴങ്ങൾ നമ്മൾ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇല നമ്മൾ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കും. കായ നമ്മൾ ഇടുന്നില്ല, തോരൻ വയ്ക്കുമ്പോൾ ഇല മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. വഴുതനയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് മണിത്തക്കാളി. ഇത് നമ്മൾ വേനൽക്കാലത്താണ് നടുന്നതെങ്കിൽ ചാലുകളിലാണ് നടുന്നത്. വെള്ളം അത്യാവശ്യത്തിന് വേണം, അതുകൊണ്ട് ചാലുകളിലാണ് നടുന്നത്. സാധാരണ മഴക്കാലങ്ങളിലൊക്കെ ആണെങ്കിൽ പറമ്പിൽ നന്നായിട്ട് നടും, ചാലുകളിലായിരിക്കുകയില്ല. പിന്നെ ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. ഓരോന്നും സെപ്പറേറ്റ് ഉപയോഗിക്കുന്നതാണ്, അതുപോലെ തന്നെ മുഴുവൻ ഭാഗങ്ങളും ഉപയോഗിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നതാണ് ചെടി. നമ്മൾ ഇതിൻ്റെ പ്രധാനമായിട്ടും വിത്തുകളാണ് നടുന്നത്. ഇത് ഈ പഴത്തിൽ നിന്നും നമ്മൾ വിത്തുണ്ടാകും, വളരെ ചെറുതാണ്, വെളുത്ത കളറിലാണ് ഈ വിത്ത് കാണപ്പെടുന്നത്. അത് ചുമ്മാ നമ്മൾ പാടങ്ങളിൽ വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൾട്ടിവേറ്റ് ചെയ്താൽ 3 മാസം കൊണ്ട് നമുക്കിതിൻ്റെ ഫലം എടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ തണലത്ത് വെച്ച് ഉണക്കി സാധാരണയായിട്ട് എടുത്ത് വയ്ക്കാറുണ്ട്, സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ഫലങ്ങളും അതുപോലെ തന്നെയാണ് നമ്മൾ ഉണക്കുന്നത്. ഈ ചെടി നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഈ ചെടി നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കാലിൽ നീരോട് കൂടിയ പ്രമേഹം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കായകൾ നമുക്ക് നിത്യവും ഉപയോഗിക്കണം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ നീര് വലിയുന്നതായിരിക്കും, കാലിലുണ്ടാകുന്ന നീര് വലിയുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രമേഹത്തിന് ഈ കായകൾ, അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കായ എടുത്താൽ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് നമുക്ക് ഈ കായ കഴിക്കാവുന്നതാണ്. പ്രമേഹം കുറയാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മഞ്ഞപ്പിത്തത്തിന്. സാധാരണയായിട്ട് നമുക്കറിയാം, മഞ്ഞപ്പിത്തത്തിന് നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നിച്ചെടുത്ത് കഷായം വെച്ചിട്ട് 20 ml വീതം രാവിലെയും വൈകുന്നേരവും ഒരു 5 ദിവസം കഴിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ആ മഞ്ഞ കളറ് നമ്മുടെ ശരീരത്തിൽ നിന്നും മാറുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആകുന്നവർക്ക് 6 മാസം ഇതേ കഷായം തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആകുന്നത് നെഗറ്റീവ് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഞ്ഞപ്പിത്തം നമുക്ക് സാധാരണയായിട്ട് ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും, വായ്പുണ്ണ്, വയറ്റിലുണ്ടാകുന്ന വ്രണങ്ങൾ, അൾസർ, അതുപോലെ തന്നെ ദഹനത്തിൻ്റെ ക്രമക്കേടുകൾ, ഇവയെല്ലാം മാറ്റാനായിട്ട് ഇതിൻ്റെ ഇല തോരൻ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുഴുവനായിട്ടും കഷായം വെച്ച് ഉപയോഗിക്കുന്നതും വായ്പുണ്ണ് അകറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീര്, വാതരോഗ സംബന്ധമായ എല്ലാ നീരുകൾക്കും ഇതിൻ്റെ ഇല അരച്ച് ലേപനം ചെയ്യാവുന്നതാണ്. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും ഇല അരച്ച് നമ്മുടെ നീര് വന്ന ഭാഗങ്ങളിൽ പുരട്ടിയതിന് ശേഷം 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കഴുകി കളയേണ്ടതാണ്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, നമുക്ക് ചിലപ്പോൾ ഒത്തിരി സംസാരിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ക്ലാസ് എടുക്കേണ്ടി വരുമ്പോൾ തൊണ്ടയിലൊരു കഫം നിറയുന്നത് പോലെയോ അല്ലെങ്കിൽ സ്വരത്തിന് ഒരു ബുദ്ധിമുട്ട് പോലെയോ ഒക്കെ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഈ മണിത്തക്കാളിയുടെ 2-3 ഇല ചവച്ച് മെല്ലെ അതിൻ്റെ നീരിറക്കുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നതാണ്. ഇത്തിരി കയ്പുണ്ട് എങ്കിലും നന്നായിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് കുറച്ച് സമയമെടുത്ത് മെല്ലെ മെല്ലെ ഇറക്കുമ്പോൾ നമ്മുടെ സ്വരം തെളിയുന്നതാണ്. ഇതിനൊരു ദോഷവശം ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജലദോഷമുള്ള ആർക്കും ഈ ഇല അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഇലയ്ക്കൊരു സരഗുണം അല്ലെങ്കിൽ ഇതിനെ ഊറി വരുന്ന ഒരു ഗുണം ഇതിനുണ്ട്. അങ്ങനെ വരുമ്പോൾ ജലദോഷമുള്ളവർക്ക് പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മുടെ മൂക്കിലൂടെ ജലാംശം ഒലിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ മണിത്തക്കാളി കഴിക്കുമ്പോൾ അത് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജലദോഷമുള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ബാക്കി നമ്മുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും അതുപോലെ തന്നെ വാതസംബന്ധമായ നീര്, അങ്ങനെയുള്ള അസുഖങ്ങൾക്കും എല്ലാം ഈ ചെടി ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. നാം നേരത്തെ കണ്ടു, മണിത്തക്കാളിയുടെ കായ ധാരാളം പോഷക സമൃദ്ധങ്ങളാൽ സമ്പന്നമാണെന്ന് നാം നേരത്തെ പഠിച്ചിരുന്നു. ഒരു 100 ഗ്രാം മണിത്തക്കാളിയിൽ ഇത്രമാത്രം പോഷകം അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇനി നാം കാണാൻ പോകുന്നത്. 82.2% ജലാംശമാണ് മണിത്തക്കാളിയുടെ ഫലത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ 8.1 ഗ്രാം പ്രോട്ടീൻ, 4.1 ഗ്രാം കൊഴുപ്പ്,
4.1 ഗ്രാം കാൽസ്യം, മില്ലിഗ്രാം കാൽസ്യം ഇവയാണ് മെയിനായിട്ടും അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ റൈബോഫ്ലോവിൻ, നിയോസിൻ, ജീവകം സി എന്നീ ഘടകങ്ങളും മണിത്തക്കാളിയുടെ ഫലങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഗ്ലൈക്കോ ആൽക്കലോയിഡുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന മെയിനായിട്ടുള്ള രാസഘടകങ്ങൾ. സൊളാസിൻ എന്നീ ആൽക്കലോയിഡുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. എല്ലാറ്റിലും ഉപരി ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ റിസർച്ച് വർക്കുകൾ ഈ ചെടിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടും നമ്മൾ പറയപ്പെടുന്നത് ഫാറ്റി ലിവറിന് നിത്യേനയുള്ള ഈ കായയുടെ ഉപയോഗം അല്ലെങ്കിൽ ഫലം കഴിക്കുന്നത് കൊണ്ട് ഫാറ്റി ലിവർ പോകുന്നു എന്നുള്ളതാണ്. അത് 4th ഗ്രേഡ് ആയിട്ടുള്ള ഫാറ്റി ലിവർ അല്ല, ഗ്രേഡ് 1 ഒക്കെ ആയിട്ടുള്ള ഫാറ്റി ലിവറിന് നമുക്ക് ഈ ഔഷധം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഫ്ലോ ചെയ്യുവാനായിട്ടും മണിത്തക്കാളി ഉപയോഗപ്രദമാണ്. നമുക്കറിയാം, മണിത്തക്കാളിയുടെ എല്ലാ ഭാഗങ്ങളും കഷായം വെച്ച് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ബ്ലഡ് സർക്കുലേഷനും നമ്മൾ മെയിനായിട്ടും പറയുന്നത് മണിത്തക്കാളിയുടെ ഇല തോരൻ വെച്ച് കഴിക്കുക, അതുപോലെ തന്നെ ഇല കഷായം വെച്ച് കഴിച്ചാലും ബ്ലഡ് സർക്കുലേഷൻ കൂടും എന്നുള്ളത് പുതിയ പഠനങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടും നാം ഓരോ ചെടികളും നിരീക്ഷിക്കുമ്പോഴും ദൈവം പ്രത്യേകമായിട്ട് ഈ ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ മണിത്തക്കാളി അതിൻ്റെ മൂല്യത എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെയും കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ പഴം മധുരമുള്ളതാണ്. കാട്ടുചെടിയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവചലനമായ ബ്ലഡ് സർക്കുലേഷനെയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ഒത്തിരിയേറെ സഹായിക്കുന്നതാണെന്നും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് ഈ ചെടിയെയും നമ്മുടെ അടുക്കളയിലെ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു തൊടിയിലെ ഒരു സസ്യമായിട്ട്, ഒരു ഔഷധ ചെടിയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരിയേറെ പേരെ പ്രമേഹ രോഗികളായിട്ട് നമുക്ക് കാണാറുണ്ട്. അവർ പലതരത്തിലുള്ള മെഡിസിൻ ഉപയോഗിക്കുന്നു. ആസ്പത്രിയിൽ നിന്നും മെഡിസിന്, ഇഞ്ചക്ഷന്, അതുപോലെ തന്നെ ടാബ്ലറ്റായിട്ടും മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെയുള്ള മരുന്ന് തൊടിയിൽ പല സൈസിലുള്ള മെഡിസിൻസ് ഉണ്ട്. ഒന്ന് അമൃത അതിനുള്ള ഒരു മെഡിസിനാണ്. ചിലരൊക്കെ അമൃത ഉപയോഗിക്കുന്നു. ചിലരൊക്കെ ഉപയോഗിക്കുന്നത് നിത്യകല്യാണി എന്ന് പറയുന്ന ഒരു ചെടി ഉപയോഗിക്കാറുണ്ട്. ചിലർ ഞാവൽ പഴത്തിൻ്റെ കായും അതിൻ്റെ തൊലിയുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിലും എളുപ്പത്തിൽ നമ്മുടെ തൊട്ടുമുറ്റത്ത് കാണുന്ന ഒരു ചെടിയാണ് മണിത്തക്കാളി എന്നുള്ളൊരു ചെടി. ഈ മണിത്തക്കാളി നമുക്ക് നല്ല രീതിയിൽ ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. വീട്ടിൽ ഉപയോഗിക്കാൻ വീണ്ടും വേറെ പല സൈസിലുള്ള മെഡിസിൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് ഉലുവ പൊടിച്ച് നമുക്ക് മെഡിസിനായിട്ട് ഉപയോഗിക്കാം. അത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു മധുരമുള്ളതും എന്നാൽ കഴിക്കാൻ സുഖമുള്ളതുമായ ഒരു ചെറിയൊരു ചെടിയുടെ കായാണ് മണിത്തക്കാളി. ഈ മണിത്തക്കാളിയുടെ കായ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ കായ നമ്മൾ ചെറുതായിട്ട് നല്ല പഴുത്ത കായ് നല്ല കറുത്തിരിക്കും. ഇതിനെ ഈ നാട്ടിലുള്ളവർ കാന്താരി എന്നും കാട്ടുകാന്താരി എന്നും ഒക്കെ പറയാറുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് മെഡിസിനായിട്ട് ഇത് ഉപയോഗിച്ചാൽ നന്നായിട്ട് ഈ അസുഖം കുറഞ്ഞ് സുഖമായിട്ട് ജീവിക്കാനായിട്ട് ഒരു പ്രമേഹ രോഗിക്ക് സാധിക്കും. അപ്പോൾ അസുഖം കുറയുക അല്ലാതെ പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ പറയുന്നില്ല, കുറയുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ മെഡിസിൻ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതിനെ മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്ന് ഇപ്പോൾ കാണാം. ഈ 2 സ്പൂണ് മണിത്തക്കാളിയുടെ പഴം എടുക്കുക. 2 സ്പൂൺ മണിത്തക്കാളിയുടെ പഴം. ഈ 2 സ്പൂൺ മണിത്തക്കാളിയുടെ പഴം നന്നായിട്ട് ഒരു സ്പൂണ് കൊണ്ട് ഉടച്ച് ശരിക്കും അതിനെ നല്ലൊരു പേസ്റ്റ് പോലെ നമുക്ക് കഴിക്കാൻ പാകത്തിന് പേസ്റ്റ് പോലെ നമുക്ക് ആക്കിയെടുക്കാം. അത് അങ്ങനെ പേസ്റ്റ് പോലെ നന്നായിട്ട് ആക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇടേണ്ടതാണ്
മഞ്ഞളിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇതാണ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ നമ്മളിട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാനായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ച് അതിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഔഷധ രീതിയിൽ ഇതിനെ ആക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ ഇതിങ്ങനെ ആക്കിയെടുക്കാൻ. ശരി, ഇപ്പോൾ ഒരു സ്പൂൺ നിറച്ച് ഇതിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ നമ്മളെടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്. ഈ പേസ്റ്റിനെ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ്, രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10-15 മിനിറ്റ് മുമ്പായിട്ട് ഇത് കഴിച്ചിരിക്കണം. അങ്ങനെ കഴിച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ പ്രമേഹത്തിൻ്റെ വലിയ അസ്വസ്ഥതകൾ ഒക്കെ മാറി നമുക്കൊരു ശരീര സൗഖ്യം കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇതാണ് ഈ മണിത്തക്കാളിയുടെ വിത്ത് കൊണ്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഫലം കൊണ്ടുള്ള ഗുണം. മണിത്തക്കാളിയുടെ ഇല കൊണ്ടുള്ള മെഡിസിനെ കുറിച്ച് നമുക്കിനി മനസ്സിലാക്കാം. ഇല എടുക്കുക. ആ ഇല എടുക്കുമ്പോൾ ആ ഇല എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സാധാരണ മനുഷ്യർക്ക് പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാകാറുണ്ട്. ഒന്ന് വാതത്തിൻ്റെ വേദന, അല്ലെങ്കിൽ ഉളുക്ക് കൊണ്ടുള്ള വേദന, അതുകൊണ്ടുള്ള നീര്, ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ നീരിന് നമ്മൾ ഈ മരുന്നിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? വാതനീരുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ലേപം ഉപയോഗിക്കുന്നത്. ഇല നന്നായിട്ട് അരച്ചിട്ടാണ് അതിൻ്റെ ലേപം ഉപയോഗിക്കുന്നത്. വാതനീരുകൾ എന്ന് പറയുന്നത് ഒന്ന് സന്ധിവാതത്തിൻ്റെ നീരാകാം, അല്ലെങ്കിൽ സാധാരണ വാതത്തിന് വരുന്ന നീരിന് ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ വാതത്തിന് വരുന്ന നീരിന് ഇതിൻ്റെ ഇല അരച്ചാണ് നമ്മൾ അവിടെ ലേപമായിട്ടിടുന്നത്. അപ്പോൾ ആ വേദന കുറയും. അങ്ങനെ വേദന കുറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉളുക്കിനുള്ള നീരിന് ഇത് നമുക്കിടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ വീണ് ചതഞ്ഞിട്ട് വരുന്ന ആ നീരിനൊന്നും നമുക്ക് ഇതിടാൻ സാധിക്കില്ല. വാതസംബന്ധമായിട്ടുള്ള നീരുകൾക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഈ മരുന്നിനെ നമുക്ക് ഉപയോഗിക്കാം? ഇതിൻ്റെ ആദ്യമായിട്ട് ചെടിയുടെ ഇല എടുക്കുന്നു. ചെടിയുടെ ഇല നമ്മൾ പറിച്ചെടുക്കുന്നു. ചെടിയുടെ ഇല പറിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം, ഈ ചെടി ഇപ്പോൾ ഇത് കഴുകി വെച്ചിരിക്കുന്ന ഇല തന്നെയാണ്. ഈ ചെടിയെ, ഇതിൻ്റെ ഇല നമ്മൾ മുഴുവൻ പറിച്ചെടുത്തു. ഈ ഇല ഇപ്പോൾ ഒരു പിടിയോളമുണ്ട്. ഈ ഇല എടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ നന്നായിട്ട് ഒന്ന് കയ്യിലിട്ടൊന്ന് തിരുമ്മി ഒന്ന് കസക്കുന്നു. അതിനുശേഷം നമ്മൾ കൽവേന്ദ്രത്തിലിട്ട് നന്നായിട്ടൊന്ന് ചതയ്ക്കുന്നു. നന്നായി ചതച്ച് അരയ്ക്കുന്നു. നന്നായി ചതച്ച് അരച്ചതിന് ശേഷം ചെറിയ ഇലയായതുകൊണ്ട് വളരെ വേഗം ഇതിനെ നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കും. കല്ലേ വെച്ചും അരയ്ക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ കല്ല് മാത്രമല്ല, മറ്റ് കല്ലേ വെച്ചും നമുക്കിതിനെ അരയ്ക്കാവുന്നതാണ്. അരച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ കോരിയെടുക്കുന്നു. കോരിയെടുത്ത് അതിൻ്റെ നീരും അതിൻ്റെ ഇലയുടെ അംശവും കൂടി നന്നായിട്ട് നീരും ഇലയുമുണ്ട്. ഇപ്പം ഇത് നല്ല ഒരു സ്പൂൺ നിറച്ചുമുണ്ട്. ഇപ്പോൾ നമുക്ക് കയ്യേലോ അല്ലെങ്കിൽ സന്ധികളിലാണല്ലോ സാധാരണ കൂടുതൽ ഈ നീരും വേദനയും വരാറുള്ളത്. ആ നീരും വേദനയും വരുന്ന ഭാഗത്ത് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ, 45 മിനിറ്റ് സമയം ഈ നീര് ശരീരത്തിലേക്ക് വലിയുന്നിടം വരെ നമ്മളിത് വെച്ചിരിക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വേദന മെല്ലെ കുറയുന്നതാണ്. ഇത്രയും സമയം നമ്മൾ മണിത്തക്കാളി കൊണ്ട് ഉള്ള 2 പ്രയോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മണിത്തക്കാളി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അത്
പലതരത്തിൽ ഉള്ള അസുഖങ്ങൾക്ക്, പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നമുക്ക് വയറുവേദന ഉണ്ടാകാം, വയറ് കമ്പിക്കൽ വരാം, വയറ് കൂടെ ഇങ്ങനെ പൊളഞ്ഞ് നടക്കുന്ന പോലെയൊക്കെ തോന്നുന്ന പോലെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകാം, ഒരു ഗ്യാസിൻ്റെ പ്രശ്നം പോലെ വരും. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ ഹോസ്പിറ്റലൊക്കെ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ തൊടിയിൽ തന്നെ അതിനുള്ള മെഡിസിൻ നമുക്കുണ്ട്. കൂടാതെ ഈ വയറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് വായിൽ പുണ്ണുണ്ടാകുന്നത്. വായിൽ പുണ്ണ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പുണ്ണ് വായിലുള്ളപ്പോൾ നമുക്ക് ചൂടുള്ള ഭക്ഷണ സാധനങ്ങളോ എരിവുള്ള ഭക്ഷണ സാധനങ്ങളോ ഒന്നും നമുക്ക് കഴിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പം ഇങ്ങനെ വായിൽ പുണ്ണുണ്ടാകുന്നതിനും പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിന് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ട് ഈ മെഡിസിൻ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് കരളിനാണല്ലോ മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ദഹനേന്ദ്രിയങ്ങളെല്ലാം ബാധിച്ച് ദഹനത്തെ കുറച്ച് കളയുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരുന്നു. ഇതെല്ലാമാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ മണിത്തക്കാളി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണിത്തക്കാളി നന്നായിട്ട് ഒരു ചുവട് മുഴുവനോടെ നമ്മൾ പറിച്ചെടുക്കണം. അതിൻ്റെ വേര്, അതിൻ്റെ ഇല, അതിൻ്റെ കായ്, അതിൻ്റെ എല്ലാം അതിനകത്ത് നമ്മൾ പൂവും കായും എല്ലാം അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ സമൂലം എന്ന് പറയും. അങ്ങനെ ആ ചെടി സമൂലം പറിച്ചെടുത്ത് വൃത്തിയായിട്ട് കഴുകി അതിനെ ചെറുതായിട്ട് മുറിച്ച് കഷായം വെച്ച് ആ കഷായം ഒരു ദിവസം ഒരു 45 മില്ലി അല്ലെങ്കിൽ 60 മില്ലി വീതം നമ്മൾ ദിവസവും കഴിക്കുക. രാവിലെയും വൈകുന്നേരവും 2 നേരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വയറിൻ്റെ വേദനകൾ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ വയറ് കമ്പിക്കൽ മാറിക്കിട്ടും. വായിലുള്ള പുണ്ണ് മാറിക്കിട്ടും. പ്രത്യേകിച്ച് പുണ്ണ് കുറേശ്ശെ കരിഞ്ഞ് അതൊട്ടും വേദനയില്ലെന്നായി തീരും നമ്മുടെ വായിലെ പുണ്ണിന്. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴുള്ള അസ്വസ്ഥതകളെല്ലാം ഈ കഷായം വഴി നമുക്ക് മാറിക്കിട്ടും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കഷായം നമുക്ക് നിർമ്മിക്കേണ്ടത് എന്ന് നോക്കാം. കഷായം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ചെടി എടുക്കുന്നു. ഈ ചെടി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് കഴുകിയതാണ്. വേര് ഇലയെല്ലാം കഴുകി തുടച്ചതാണ്. ഇനി ഈ ഉണങ്ങാൻ വെച്ച് ഈ സാധനം ഇതിൻ്റെ വെള്ളമെല്ലാം മാറിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനെ വളരെ ചെറുതായിട്ട് ഇതിനെ ഇങ്ങനെ വെട്ടിയെടുക്കണം. വളരെ ചെറുതായിട്ട് വെട്ടിയെടുക്കുമ്പോൾ എത്രയും വേഗം നമുക്കതിനെ വെന്തെടുക്കാൻ സാധിക്കും. ചെടി നമ്മൾ എടുക്കുമ്പോൾ ഒരു 400 ഗ്രാമെങ്കിലും ചെടി ഉണ്ടായിരിക്കണം. നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അതിനെ തൂക്കി നോക്കണം. ചെടി അത്രയും നമ്മൾ എടുത്ത ചെടി തൂക്കം പാകമാണോ എന്ന്. മറ്റതിൻ്റെ വേര് സഹിതം വെട്ടിയെടുക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേരും പൂർണ്ണമായിട്ട് നമ്മൾ വെട്ടിയെടുക്കാം. വേര് വെട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പോൾ നമ്മളിതിൻ്റെ വേരിൻ്റെ ഭാഗമാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ മണിത്തക്കാളി വെട്ടി അത് നല്ല ചെറുതായ കഷ്ണങ്ങളാക്കി മുറിച്ചു. അതിൻ്റെ വേര് സഹിതം സമൂലം. ഇനി ഈ സാധനം നമ്മൾക്ക് വെന്ത് ഇതിൻ്റെ കഷായം എടുക്കണം. ഈ കഷായം എടുക്കുന്നതിന് വേണ്ടി നമ്മളിനിയിപ്പോൾ ഇത് അടുപ്പിൽ വെക്കാൻ പോവുകയാണ്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മൾ കഷായം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ കഷായം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചതച്ചെടുത്ത വെട്ടിയെടുത്ത മണിത്തക്കാളി നമ്മൾ പാത്രത്തിലിട്ട് അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ 4 ലിറ്റർ വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. നാനൂറ് ഗ്രാം മണിത്തക്കാളി ഉണ്ടിത്. അതിലേക്ക് നമ്മൾ 4 ലിറ്റർ വെള്ളം ഒഴിക്കുന്നു. 400 അല്ല 500 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ചെടിയാണ് സമൂലം നമ്മൾ എടുത്തിരിക്കുന്നത്.
അപ്പം നമ്മൾ 4 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മളതിനെ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് തീ കത്തിക്കുക. അപ്പോൾ തീ കത്തി തുടങ്ങി. നമുക്ക് കഷായം അടുപ്പയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് മൂടി വെക്കണം. അല്ലെങ്കിൽ മൂടി വെച്ചൊരു തിള ഏകദേശം ആകാറാകുമ്പോഴത്തേക്കും മൂടിൽ അല്പം തുറന്ന് വെക്കുക. കാരണം ഇത് തിളച്ച് മറിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. തിളച്ച് മറിഞ്ഞു പോകുന്ന ഒരു പ്രഭാവം ഇതിനുള്ളത് കൊണ്ട് തിളച്ച് മറിഞ്ഞു പോകാതിരിക്കാൻ, പോയി കഴിഞ്ഞാൽ അതിൻ്റെ സത്തെല്ലാം പുറത്ത് പോകുമല്ലോ. അതുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കുറേ തിളയ്ക്കാറാകുമ്പോൾ നമ്മൾ ഇതുപോലെ പകുതി തുറന്ന് വെക്കണം. പകുതി തുറന്ന് വെച്ച് അത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. തിളച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് തിളച്ച് ഒരിക്കലും മറിഞ്ഞ് താഴെ പോവുകയില്ല. ആദ്യം തിളയ്ക്കുന്ന നിമിഷം മാത്രമേ തിളച്ച് താഴെ പോകാനായിട്ട് ചാൻസ് ഉള്ളൂ. നമ്മളിപ്പോൾ മണത്തക്കാളിയുടെ സമൂലമായിട്ടെടുത്ത് അതിനെ നന്നായിട്ട് തറച്ച് അതിനെ നമ്മൾ 4 ലിറ്റർ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. ഈ അടുപ്പിൽ വെച്ച ഈ സാധനം നന്നായി തിളയ്ക്കുന്നതിന് മുമ്പുള്ള കാര്യം പറഞ്ഞിരുന്നില്ല. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അത് തിളച്ച് പുറത്തേക്ക് ചാടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ മൂടൽ അല്പം മാറ്റി വെക്കുക. അതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 4/1 പറ്റണം. അപ്പം നമ്മൾ 4 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത്, 1 ലിറ്ററായിട്ട് പറ്റണം. 1 ലിറ്ററായിട്ട് പറ്റി കഴിയുമ്പോൾ ആ നീരിനെ നമ്മൾ തണുക്കാൻ അനുവദിച്ചതിന് ശേഷം അരിച്ചെടുക്കുക. 1 ലിറ്റർ കഷായം നമ്മൾ എടുക്കുന്നു. ഈ 1 ലിറ്റർ കഷായം 30 മില്ലി വീതം 3 നേരം കഴിക്കണം. അങ്ങനെ 3 നേരം, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും, ഇങ്ങനെ 3 നേരം കഴിച്ച് കഴിയുമ്പോൾ മുമ്പേ പറഞ്ഞ രോഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആകുന്നതിന് അതിനൊരു 6 മാസത്തേക്കെങ്കിലും ഈ കഷായം കഴിക്കേണ്ടി വരും. മറ്റ് വയറ് അസ്വസ്ഥതകൾക്ക്, വയറുവേദന, വയറ് കമ്പിക്കൽ, പിന്നെ വായിൽ പുണ്ണ്, ഇങ്ങനെയുള്ളതിനൊക്കെ ഒരു 21 ദിവസത്തേക്ക് നമ്മൾ കഴിച്ചാൽ മതി. ഇത് ഓരോ ദിവസവും നമ്മൾ ഈ കഷായം ഉണ്ടാക്കണം. ഒരു ദിവസം ഉണ്ടാക്കിയത് പിറ്റേ ദിവസത്തേക്കുണ്ടെങ്കിൽ അത് വീണ്ടും തിളപ്പിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. 2 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ 30 എന്നുള്ളത് ഒരു 60 മില്ലി വേണേലും നമ്മൾ ഈ കഷായം കുടിക്കാവുന്നതാണ്. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.